നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസ് എത്ര കമ്പനീസ് ഉണ്ട്, എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് ഇമ്പോർട്ടൻസ് എന്താണ്, ലൈഫ് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവസാനം ഒരു തൊഴിൽ സാധ്യതയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തൊഴിൽ വാർത്തയിൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നിരുന്നാലും ഞാനത് പറയുകയാണ്. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സെഗ്മെന്റിനെ കുറിച്ച് ഏകദേശം 26ഓളം കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് പബ്ലിക് സെക്ടറിലുള്ള കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി LIC. അത് കൂടാണ്ട് 25ഓളം കമ്പനികൾ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാനുകൾ, എല്ലാ കമ്പനിയുടെ പ്ലാനുകളും നല്ലതാണ്, ഒന്നും മോശമല്ല. എല്ലാ കമ്പനിയുടെ പ്ലാനുകൾ എങ്ങനെയാണ് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് ഒരു എക്സ്പെർട്ട് അഡ്വൈസ്. ഈ പ്ലാൻ നമുക്ക് വേണം, ഈ പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടേം ഇൻഷുറൻസിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ടേം ഇൻഷുറൻസ് എല്ലാ ആൾക്കാർക്കും വളരെ ആവശ്യമുള്ളതാണ്. കാരണം ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ തരുവാണ്. ഒരു ഫാമിലിയിൽ ഒരു ബ്രെഡ് വിന്നറായിട്ട് നമുക്ക് ഫണ്ട് ഇതാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ATM എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു പോളിസിയാണ് ടേം ഇൻഷുറൻസ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ഇനി പറയാം. ടേം ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ടേം ഇൻഷുറൻസ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. രണ്ടാമത്തെ, എനിക്ക് ബഡ്ജറ്റ് ഇല്ല അതുകൊണ്ട് എടുക്കാത്തതാണ്. ഭയങ്കര ടൈറ്റാണ്, നടക്കില്ല അതുകൊണ്ട് എടുക്കാത്തതാണ്. പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസിന്റെ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ടേം ഇൻഷുറൻസിനെ കുറിച്ച് എടുക്കേണ്ടതിന്റെ ആവശ്യം ഞാൻ പറയാം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഫിനാൻഷ്യലി കഷ്ടപ്പെടുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അതിനു വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഓൺലൈനിൽ കോട്ട് കിട്ടും. അതല്ലാണ്ട് ഓഫ്ലൈൻ ഏജന്റിന്റെ ഹെൽപ്പോട് കൂടിയും നമുക്ക് എടുക്കാൻ സാധിക്കും. എല്ലാ കമ്പനികൾക്കും ടേം ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾ 4-5 കമ്പനിയുടെ സൊല്യൂഷൻസ് എടുത്ത് നോക്കുക. അതിനുശേഷം ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളുടെ ശമ്പളത്തിന്റെ വരുമാനത്തിന്റെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ വരുമാനത്തിന്റെ 20 മടങ്ങെങ്കിലും 20 ടൈംസ് എങ്കിലും നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ് സാധാരണ പൊതുവായിട്ട് പറയുന്നത്. നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് വളരെ കുറച്ച് തുക മാത്രം മതി. ഇപ്പൊ നമ്മളൊരു മാസത്തെ ഒരു മൂവി കാണാൻ പോവുകയാണ്, ഫാമിലി ആയിട്ട് മൂവി കാണാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മിനിമം 1000 റുപ്പീസ് എങ്കിലും വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം 12,000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. ഇതിനേക്കാൾ കുറവായിരിക്കും നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന തുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ബഡ്ജറ്റിനെ കുറിച്ച് ആലോചിക്കാണ്ട് നമുക്ക് നാളെ ഉണ്ടാകാമെന്ന, ഇനി നമുക്ക് നാളെ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ എനിക്കോട്ടെ, ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മളെ നമ്മുടെ ഫാമിലിയെ കവർ ചെയ്യാൻ വേണ്ടി എടുത്തു വയ്ക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 1 കോടി രൂപയുടെ സം അഷ്വേർഡിന് അല്ലെങ്കിൽ കവറേജ് എമൗണ്ടിന് നമുക്ക് പ്രീമിയം ആയിട്ട് വരുന്ന ഒരു 30,000 രൂപ, 45,000 രൂപയായി. ഇനി നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം അടയ്ക്കുന്നുണ്ട്, ഒരു സേവിങ്സ് പ്ലാനിൽ അടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാനിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 10 ടൈംസ് ആയിരിക്കും അതിന്റെ വേറെ മിനിമം ആയിട്ട് വരുന്നത്. ഇത് IRDയുടെ കുറച്ച് പുതിയ റൂൾസ് എല്ലാം വന്നിട്ടുണ്ട്, അതനുസരിച്ച് ചേഞ്ച് ഇടാൻ പറ്റും. വേറെ മിനിമം 10 lakhs കവറേജ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് പ്ലാനിൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്നുണ്ടാവും. ടേം ഇൻഷുറൻസ് പ്ലാനിൽ റിട്ടേൺ ഉള്ള പോളിസി ഉണ്ട്, മോസ്റ്റ്ലി റിട്ടേൺ ഇല്ലാത്ത പോളിസികളാണ് കൂടുതലായിട്ടും ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈഫ് ഇൻഷുറൻസ് പ്ലാനിൽ എന്ത് പ്ലാനാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. പല പേരുകളിൽ നമുക്ക് പ്ലാൻ എടുക്കാറുണ്ട്. ചൈൽഡ് ഫ്യൂച്ചർ സെക്യൂർ ആയിട്ടുള്ള പ്ലാനുകൾ, പെൻഷൻ പ്ലാനുകൾ, നമുക്കൊരു ഇടവിട്ട് ഇൻകം തരുന്ന സെക്കൻഡ് ഇൻകം പ്ലാനുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ കമ്പനികൾ ഇറക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ പ്ലാനുകളും നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്ലാനുകളും നല്ലതാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള പ്ലാൻ ഏതാണ്? നമുക്കൊരു ചൈൽഡ് ഫ്യൂച്ചർ സെക്യൂർ ആക്കുന്ന പ്ലാനാണോ? നിങ്ങളൊരു യങ് ആയിട്ടുള്ള കപ്പിളാണ്, നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാനുകൾ സെലക്ട് ചെയ്യുന്നതാണ്. നിങ്ങളൊരു 35-40 ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരാളാണോ? റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെൻഷൻ തരാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ഒരു കുറച്ച് നാളത്തേക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്ലാനാണോ? അങ്ങനെയുള്ള പ്ലാനുകളും അവൈലബിൾ. അതിന് എൻഡോമെന്റ് പ്ലാനുകൾ എന്നാണ് പറയുന്നത്. അതിനൊരു നിശ്ചിത കാലാവധിയിലേക്ക് അടയ്ക്കും, അതിനുശേഷം നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്,
ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിന് വലിയ കവറേജ് തരുന്ന പ്ലാനാണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 10 മടങ്ങായിരിക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം സേവിങ്സും ഉണ്ടാവും. ആ പേയ്മെന്റ് നമ്മുടെ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമുക്കൊരു റിട്ടേൺ, ഒരു ഇൻട്രസ്റ്റ് മാതിരി ആഡ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കൂടുതൽ ഞാൻ ഈ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിനുള്ള ടേമുകളൊന്നും യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എല്ലാവരും കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം ഇപ്പോൾ സർവൈവൽ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി ആയിട്ട് എത്ര കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എടുക്കുന്നതാണ്. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ വരുന്ന കൂടുതൽ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ആ ഡൗട്ടുകൾ ഞങ്ങൾ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരുന്നുണ്ട്. വളരെയധികം പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസും ധാരാളം ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ടാവും. തൊഴിൽ വാർത്തയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ആഴ്ചയുള്ളത് എടപ്പള്ളി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കാസറ്റൈൽ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലേക്കുള്ള വേക്കൻസിയാണ്. ഇന്റീരിയർ സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന വേക്കൻസിയാണ് ഉള്ളത്. എന്താണ് ഇന്റീരിയർ സൈറ്റ് സൂപ്പർവൈസർ? ഇതിലേക്ക് 2 വർഷം മുകളിൽ പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 20,000 രൂപയുടെ അടുത്ത് സാലറി അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക്, അതെല്ലാം നിങ്ങളുടെ ഇന്റർവ്യൂവിൽ എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ടിരിക്കും. 20,000 രൂപയ്ക്ക് മുകളിലേക്ക് സാലറി നിങ്ങൾക്ക് കിട്ടും. കാസറ്റൈൽ ഇന്റീരിയേഴ്സിന്റെ അടുത്ത വേക്കൻസി ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്നുള്ളതാണ്. ഇതിലേക്ക് പ്രിഫറബിൾ ആയിട്ട് ലേഡീസ് കാൻഡിഡേറ്റിനെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏജ് 25 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം. സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് ഒരു 15,000 പ്ലസ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാവും. പ്ലസ് ഇൻസെൻറ്റീവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. അവരുടെ വർക്കുകളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ധാരാളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റീരിയർ ഫേം ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. എല്ലാവരും ഇത് ഉപയോഗിക്കുക. താങ്ക് യു.